കഥയാരംഭിക്കുന്നത് ട്രയസ്റ്റിലെ ഒരു ഹോട്ടലിൽ നിന്നുമാണ്. ഒരു സംഘം സീക്രട്ട് ഏജന്റ്സ് ഒരു മിഷന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയായിരുന്നു. റോക്സാൻ എന്ന് പറഞ്ഞ ലേഡിയായിരുന്നു ആ മിഷന് നേതൃത്വം കൊടുത്തിരുന്നത്. കാര്യങ്ങൾ ലണ്ടനിലെ ഹെഡ് ഓഫീസിൽ നിന്ന് റോക്സാന്റെ ബോസായ ബ്രണ്ണൻ നിരീക്ഷിക്കുന്നുമുണ്ട്. ടീമംഗമായ നിക്കും മറ്റുമാണ് മിഷന്റെ ഭാഗമായിട്ടുള്ളത്. നിക്കിനും ടീമിനും മേൽ ഒരു ദൗത്യം ഏൽപ്പിക്കപ്പെട്ടിരുന്നു. ഒരു CIA ഓഫീസർ ഒരു ബ്രീഫ് കേസുമായി പോകുന്നുണ്ട്. അയാളെ പിടികൂടണം. വിദേശ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ആളുകളെ പറ്റിയുള്ള വിവരങ്ങളും മറ്റുമാണ് ആ ബ്രീഫ് കേസിലുള്ളത്. ആദ്യഘട്ടത്തിൽ കാര്യങ്ങളൊക്കെ മികച്ച രീതിയിൽ മുമ്പോട്ട് പോയി. ബ്രീഫ് കേസ് അടക്കം CIA ഏജന്റിനെ നിക്കും സംഘവും പിടികൂടി കൂട്ടിക്കൊണ്ടുപോവാൻ ആരംഭിച്ചു. പക്ഷേ പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. പുറത്തുണ്ടായിരുന്നവർ പോവാൻ തയ്യാറാക്കി നിർത്തിയിരുന്ന അവരുടെ വാൻ പൊട്ടിത്തെറിച്ചു. മിഷന്റെ ഭാഗമായി അടുത്ത മീറ്റിംഗ് പോയിന്റിലേക്ക് അവർക്ക് എത്തിച്ചേരണം. അതോടെ നിക്കിനും ടീമിനും മറ്റു വഴികളെ ആശ്രയിക്കേണ്ടി വന്നു. പക്ഷേ അവരതിനു വേണ്ടി ശ്രമിക്കുന്ന ആ ഘട്ടത്തിൽ ശത്രുക്കൾ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവരെടുക്കാൻ വന്ന അതേ ബ്രീഫ് കേസിന് വേണ്ടിയായിരുന്നു ശത്രുക്കളും എത്തിച്ചേർന്നിരുന്നത്. പിന്നെ അവിടെ നടന്നത് ഷൂട്ടൌട്ടും വലിയൊരു പോരാട്ടവും തന്നെയായിരുന്നു. റോക്സാൻ നോക്കുമ്പോൾ തന്റെ ടീമിലെ പലർക്കും വെടിയേറ്റിട്ടുണ്ട്. പലരും മരണപ്പെട്ടിട്ടുണ്ട്. നിക്കിനോട് മറന്നു നിൽക്കാനും സഹായത്തിന് കാത്തു നിൽക്കാനുമൊക്കെ റോക്സാൻ അപേക്ഷിച്ചെങ്കിലും നിക്കതൊന്നും ചെവികൊള്ളാൻ തയ്യാറായിരുന്നില്ല. ഒക്കെ തനിക്ക് മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞ് നിക്ക് തന്റെ ദൗത്യവുമായി മുമ്പോട്ട് പോയി. CIA ഏജന്റും ബ്രീഫ് കേസുമായി മീറ്റിംഗ് പോയിന്റായ പാലത്തിലേക്ക് നിക്ക് വന്നു നിന്നു. പക്ഷേ ആ പാലത്തിൽ വെച്ച് നിക്കിന് വെടിയേൽക്കുകയാണ്. നിക്ക് നേരെ താഴെയുള്ള നദിയിലേക്ക് പതിക്കുകയും ചെയ്തു. ശത്രുക്കൾ CIA ഏജന്റിനെയും വകവരുത്തി ബ്രീഫ് കേസും എടുത്ത് പോയിരുന്നു. റോക്സാൻ ദൂരെ നിന്നും നെട്ടലോടെ അതെല്ലാം നോക്കിക്കണ്ടു. കഥ അവിടെ നിന്നും മൈക്ക് എന്ന് പറഞ്ഞ ഒരു യുവാവിലേക്ക് തിരിയുന്നു. തലേന്ന് രാത്രി അവൻ നിക്കോൾ എന്ന് പറഞ്ഞ ലേഡിക്കൊപ്പമായിരുന്നു. പുലർച്ചെയായതും അവനോട് അവിടെ നിന്ന് പോവാൻ നിക്കോൾ ആവശ്യപ്പെട്ടു. നിക്കോൾ സ്കൂളിൽ മൈക്കിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചറാണ്. നിക്കോളിനോട് നല്ല രീതിയിൽ ഇടപഴകാൻ മൈക്ക് ശ്രമിച്ചു. പക്ഷെ നിക്കോളിനാകട്ടെ മൈക്കുമായി ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന് താല്പര്യമുണ്ടായിരുന്നുമില്ല. കാര്യം മൈക്ക് അവരുടെ സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. മാത്രമല്ല അവരുടെ മകനായ ഗ്യാരിയുടെ കൂട്ടുകാരൻ കൂടിയാണ് അവൻ. ഗ്യാരിയെ പോലായിരുന്നില്ല മൈക്ക്. ഗ്യാരി പഠിച്ച് ഒരു ബാങ്കിൽ മാനേജറായി ജോലി നോക്കുകയായിരുന്നു. പക്ഷേ മൈക്കാകട്ടെ ഒരു കൺസ്ട്രക്ഷൻ വർക്കറാണ്. എന്നിരുന്നാൽ തന്നെയും തന്റെ ജോലിയിൽ അവനേറെ തൃപ്തനായിരുന്നു. സന്തോഷവാനും. തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൂട്ടുകാരുമൊത്ത് സമയം ചെലവഴിക്കലാണ് മൈക്കിന്റെ പ്രധാന വിനോദം. അന്ന് കൂട്ടത്തിൽ ഒരാളുടെ വിവാഹകാര്യത്തിൽ മൈക്ക് സാരമായ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുമുണ്ട്. ഒരു ദിവസം മൈക്ക് തന്റെ സുഹൃത്തുക്കളുടെ ഒപ്പം ബാറിലായിരുന്നപ്പോൾ റോക്സാൻ അങ്ങോട്ടേക്ക് കടന്നു വന്നു. റോക്സാൻ യാഥാർത്ഥ്യത്തിൽ മൈക്കിന്റെ പഴയ ഗേൾഫ്രണ്ട് ആയിരുന്നു. 25 വർഷങ്ങൾക്ക് മുമ്പ് അവനെ വിട്ട് പോയതാണ് അവൾ. പിന്നീട് ഇപ്പോഴാണ് റോക്സാനിനെ മൈക്ക് കാണുന്നത്. കണ്ട ഇരുവരും സംസാരിക്കാൻ തുടങ്ങി. ഹൈസ്കൂളിന് ശേഷമുള്ള അവരുടെ ജീവിതത്തെ പറ്റിയായിരുന്നു പ്രധാനമായും സംസാരത്തിൽ നിറഞ്ഞത്. നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതുകൊണ്ട് ഒന്നിച്ച സമയം ചെലവഴിക്കാൻ ഇരുവരും ഒരുപാട് താല്പര്യപ്പെട്ടിരുന്നു. അവരിരുവരും പൂൾ ഗെയിംസ് കളിക്കാൻ പോയി. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അടുത്തുള്ള പാർക്കിലേക്ക് പോകാൻ റോക്സാൻ മൈക്കിനെ ക്ഷണിച്ചു. ആ പാർക്ക് ഒരു സ്പെഷ്യൽ ലൊക്കേഷനാണ്. കാരണം അവിടെ വെച്ചിട്ടായിരുന്നു മുമ്പ് മൈക്ക് റോക്സാനിനെ ഇഷ്ടമാണെന്ന് ആദ്യമായി പ്രപ്പോസ് ചെയ്തത്. മൈക്ക് റോക്സാൻ ഏറെ പ്രിയപ്പെട്ട പാട്ട് ഫോണിൽ പ്ലേ ചെയ്തു. അവരൊന്നിച്ച് അവിടെ വെച്ച് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് അപ്രതീക്ഷിതമായത് സംഭവിക്കുകയാണ്. റോക്സാൻ തന്റെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് മൈക്കിന്റെ കഴുത്തിൽ കുത്തിയിറക്കി. മൈക്കിനെ മയക്കി കിടത്താൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ലിക്വിഡായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഇതേ സമയം തന്നെ മറ്റ് രണ്ടുപേർ മൈക്കിനെ അവിടെ നിന്ന് കൊണ്ടുപോവാനും തയ്യാറായിട്ടുണ്ടായിരുന്നു. റോക്സാൻ ഇതൊക്കെ പ്രവർത്തിക്കുന്നതിന് പിന്നിൽ ഒരു കാര്യവുമുണ്ടായിരുന്നു. അവരുടെ സീക്രട്ട് ഏജൻസിക്ക് പുതിയൊരു മെമ്പറെ വേണം. മൈക്ക് അതിന് പറ്റിയ ആളാണ് എന്നവൾക്ക് തോന്നിയിരുന്നു. പിറ്റേന്ന് ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മൈക്ക് ലണ്ടനിലെ ഒരു വലിയ ഹോട്ടലിലായിരുന്നു. ആകെ കൺഫ്യൂസ്ഡ് ആയ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ പുറത്തേക്ക് വന്ന മൈക്കിനെ റോക്സാന്റെ ബോസായ ബ്രണ്ണൻ വന്ന് പരിചയപ്പെടുകയാണ്. മൈക്കിനോട് തന്റെയും റോക്സാന്റെയും ഒപ്പം വരുവാൻ ബ്രണ്ണൻ ആവശ്യപ്പെട്ടു. അവിടെ നിന്നുള്ള യാത്രയിൽ റോക്സാൻ മൈക്കിനോട് തങ്ങളുടെ സീക്രട്ട് ഏജൻസി ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു. ദ യൂണിയൻ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. പക്ഷേ പുറമേയുള്ള മറ്റു പ്രധാന ഏജൻസികൾക്ക് പോലും തങ്ങളെപ്പോലുള്ള ഒരു ഏജൻസി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം അറിവില്ല എന്നും റോക്സാൻ വ്യക്തമാക്കി. റോക്സാനും ബ്രണ്ണനും യൂണിയനിലെ ഏജൻസുകളാണ്. തങ്ങളുടെ യൂണിയനിൽ ജോയിൻ ചെയ്യാൻ അവർ മൈക്കിനെ ക്ഷണിച്ചു.
യൂണിയനെ സംബന്ധിച്ചിടത്തോളം കഴിവുള്ള മൈക്കിനെ പോലുള്ള സാധാരണക്കാരായ ആളുകളെ ഏറെ ആവശ്യമാണ്. കാരണം മൈക്കിനെ പോലുള്ളവരെ മറ്റുള്ള ഏജൻസികളോ പ്രശ്നക്കാരോ സംശയിക്കില്ല. ഒരു സാധാരണക്കാരനെ പോലെയെ നോക്കിക്കാണൂ. പിന്നാലെ ട്രയസ്റ്റിൽ വെച്ച് നടന്ന തങ്ങളുടെ പരാജയപ്പെട്ട മിഷനെ പറ്റിയും റോക്സാൻ മൈക്കിനോട് വിശദീകരിച്ചു. യാത്രയ്ക്കൊടുവിൽ അവർ BT ടവർ എന്ന യൂണിയന്റെ ഹെഡ് ഓഫീസ് വർക്ക് ചെയ്യുന്നിടത്തേക്ക് എത്തിച്ചേരുകയാണ്. ലിഫ്റ്റിൽ മുകളിലേക്ക് കയറുന്ന സമയം റോക്സാൻ കാര്യങ്ങൾ വിശദീകരിച്ചു. ട്രയസ്റ്റിലെ മിഷൻ പരാജയപ്പെട്ടപ്പോ ജൂലിയറ്റ് എന്ന ലേഡിയാണ് ബ്രീഫ് കേസ് മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. അവരാണ് ശത്രുക്കൾ എന്ന വിവരമായിരുന്നു അവൾ പങ്കുവച്ചത്. ബ്രീഫ് കേസ് സ്വന്തമാക്കിയ ജൂലിയറ്റ് ആകട്ടെ അത് ബ്ലാക്ക് മാർക്കറ്റിൽ ലണ്ടനിൽ വെച്ച് വിൽക്കുവാൻ തീരുമാനമാക്കിയിട്ടുണ്ട്. ഇന്റൽ എന്ന് വിളിക്കപ്പെടുന്ന ഏറെ രഹസ്യ സ്വഭാവമുള്ള വിലപ്പെട്ട ഡാറ്റയാണ് അതിനകത്തുള്ളത്. ഒരു ലേലം വിളി പോലായിരിക്കും അതിന്റെ കച്ചവടം നടക്കുക. ഏറ്റവും ഉയർന്ന തുക ഓഫർ ചെയ്യുന്നവർക്ക് ആ ബ്രീഫ് കേസ് കിട്ടും. തങ്ങളെപ്പറ്റിയുള്ള വിവരങ്ങൾ ശത്രുക്കൾക്കറിയാൻ സാധ്യതയുള്ളതുകൊണ്ട് മൈക്ക് തങ്ങളുടെ കൂടെ ചേർന്നൊരു ഏജന്റായി പ്രവർത്തിച്ച് ലേലത്തിൽ പങ്കെടുക്കാനെന്ന വണ്ണം അവിടെ എത്തണം. ഒരു സാധാരണക്കാരനെ പോലുള്ള ലുക്കായതുകൊണ്ട് മൈക്കിനെ ആരും സംശയിക്കില്ല. മൈക്ക് ഒരു ട്രെയിൻഡ് സ്പൈയോ ഒരു സ്പെഷ്യൽ ഫോഴ്സസ് ഓഫീസറോ ഒന്നുമല്ലല്ലോ, ഒരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് മൈക്കിനെ ആരും സംശയിക്കേമില്ല. കാര്യങ്ങൾ വിശദമായി ആലോചിക്കാനും ഒടുവിലൊരു തീരുമാനം പറയാനും മൈക്കിനോട് ബ്രണ്ണൻ ആവശ്യപ്പെട്ടു. അന്ന് വൈകുന്നേരത്തിനുള്ളിൽ പറയണം എന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. മൈക്ക് ആലോചിച്ചു. പക്ഷേ വളരെയധികം അപകടം പിടിച്ച ജോലിയാണ്. നേരത്തെ നടന്ന ആക്രമണത്തിൽ ഏജൻസ് അടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്ക് അതിലേക്കൊന്നും ഇല്ലെന്ന് കരുതി വീട്ടിലേക്ക് മടങ്ങിപ്പോവാൻ തീരുമാനിച്ചു. പക്ഷേ റോക്സാൻ മൈക്കിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മൈക്ക് മികച്ച കഴിവുള്ള വ്യക്തിയാണെന്നും ഈ മിഷനൊക്കെ പൂർത്തീകരിക്കാൻ മൈക്കിന് സാധിക്കും എന്നുമൊക്കെയായിരുന്നു റോക്സാൻ പറഞ്ഞത്. പക്ഷേ റോക്സാൻ ചെയ്ത പ്രവൃത്തികളോട് അപ്പോഴും ദേഷ്യമുണ്ടായിരുന്ന മൈക്ക് റോക്സാനെതിരെ ദേഷ്യപ്പെട്ടു. പണ്ടവൾ തന്നെ എങ്ങനെയാണ് തേച്ചിട്ട് പോയത് എന്നതുപോലും എടുത്തു പറഞ്ഞ് റോക്സാനെ മൈക്ക് കുറ്റപ്പെടുത്തി. മൈക്കിന്റെ വാക്കുകൾ റോക്സാനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. ഒടുവിൽ മൈക്കിനുള്ള പ്ലെയിൻ ടിക്കറ്റും കൊടുത്ത് അവൾ അവിടെ നിന്ന് തിരികെ പോരുകയാണ്. മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നിയ മൈക്ക് നാട്ടിലേക്ക് അമ്മയെ വിളിച്ചു. അമ്മയുമായി സംസാരിച്ചു. പക്ഷേ മൈക്കിന്റെ അമ്മ റോക്സാൻ അവനെ കാണാമെന്ന വിവരമൊക്കെ അല്ലാതെ തന്നെ അതിനോടകം അറിഞ്ഞിരുന്നു. റോക്സാനെ ഇഷ്ടമായിരുന്ന മൈക്കിന്റെ അമ്മ മൈക്കിനോട് അവളുടെ ഒപ്പം നിൽക്കാനും അവളുടെ മനസ്സ് മാറ്റി നിന്റെ കൂടെ കൂട്ടിക്കൊണ്ടുവരാനുമൊക്കെ ആവശ്യപ്പെട്ടു. അമ്മയോട് സംസാരിച്ച ശേഷം മൈക്ക് തന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തി. യൂണിയന്റെ ഭാഗമാകാൻ തീരുമാനിച്ച് അവൻ BT ടവറിന്റെ അകത്തേക്ക് ചെന്നു. തനിക്കൊരു സീക്രട്ട് ഏജന്റ് ആവാൻ കിട്ടുന്ന അപൂർവമായ ഈ അവസരം വിട്ടുകളയരുത് എന്നും ആ നിമിഷം മൈക്കിന് തോന്നിയിരുന്നു. പിന്നെ അങ്ങോട്ടേക്ക് മൈക്കിന്റെ ട്രെയിനിങ്ങിന്റെ ദിവസങ്ങളായിരുന്നു. ഫ്രാങ്ക് എന്ന് പറയുന്ന യൂണിയനിലെ ഒരു വ്യക്തിയുമായി ഒന്നിച്ച് മൈക്ക് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. നിരീക്ഷണത്തിന് റോക്സാനും ഉണ്ടായിരുന്നു. മെഡിക്കൽ സൈക്കോളജിക്കൽ ടെസ്റ്റിനും മൈക്ക് വിധേയനായി. ഫീമെയിൽ ഏജന്റായ അഥീനയായിരുന്നു മൈക്കിനെ അതിൽ ഗൈഡ് ചെയ്തത്. മാത്രമല്ല മൈക്കിന് ടീം വർക്കും ട്രസ്റ്റ് എക്സസൈസും റോക്സാനൊപ്പം ഉണ്ടാവുകയും ചെയ്തു. ട്രസ്റ്റ് എക്സസൈസിന് റോക്സാൻ ചെയ്തതാകട്ടെ കണ്ണുകെട്ടി അവനെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലൂടെ ഓടിക്കുക എന്നതായിരുന്നു. മികച്ച ഡ്രൈവിംഗ് സ്കില്ലുകളും ഷൂട്ടിംഗ് പ്രാക്ടീസും മൈക്കിന് നൽകപ്പെട്ടു. ഒക്കേത്തിലും മൈക്ക് മികവ് തെളിയിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ട്രെയിനിങ്ങിനും ശേഷം ടീം ഫോർമാനെ കണ്ടു. മൈക്കിന് പുതിയ ഐഡന്റിറ്റിയും പശ്ചാത്തലവും ഒക്കെ ഫോർമാൻ കൊടുക്കുകയാണ്. അടുത്ത ദിവസം മിഷനായി റോക്സാനും ടീമും ഇറങ്ങി. $5 മില്യൺ മൈക്കിന് ഒരിടത്തേക്ക് പോകണമായിരുന്നു. ഇന്റലിന്റെ ലേലത്തിൽ പങ്കെടുക്കണമെങ്കിൽ പ്രത്യേകം ആക്സസ് വേണം. അതിനുവേണ്ടി പ്രവേശിക്കാൻ പറ്റുന്ന ആക്സസ് സംഘടിപ്പിക്കാനായിരുന്നു മൈക്ക് പോയിരുന്നത്. ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോ ഒരാൾ മൈക്കിനെ സമീപിച്ചു. മൈക്കിന്റെ കയ്യിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഒക്കെ ഓഫ് ചെയ്യാനും നിങ്ങൾ ലേലത്തിന്റെ ആക്സസിന് വന്നതല്ലേ എന്നും ചോദിക്കുകയും ചെയ്തു. അതേന്ന് പറഞ്ഞപ്പോൾ അയാൾ മൈക്കിനെ അടുത്തുള്ളൊരു റെസ്റ്റോറന്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു എംപ്റ്റി ടേബിൾ മൈക്കിളിന്റെ പേരിൽ റിസർവ്ഡ് ആയിട്ടുണ്ടായിരുന്നു. മൈക്ക് ആ ടേബിളിലിരുന്നു. ആ സമയം അതിനടിയിൽ ഒരു ഫോൺ ഒളിപ്പിക്കപ്പെട്ടിരുന്നു. ജൂലിയറ്റിൽ നിന്നും ഒരു കോൾ മൈക്കിനെ തേടി ആ ഫോണിലേക്ക് എത്തി. മൈക്ക് ജൂലിയറ്റിനോട് കാര്യങ്ങൾ സംസാരിച്ചു നിൽക്കെ റോക്സാനും ടീമും ഒരു കാര്യം മനസ്സിലാക്കി. ശത്രുക്കൾ അവരുടെ വരവ് മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും അവരെ ചുറ്റിവളയുന്നു എന്നുമായിരുന്നു അത്. ജൂലിയറ്റിന്റെ കോളിന് ശേഷം നിർദ്ദേശപ്രകാരം മൈക്ക് നേരെ ബാത്റൂമിലേക്ക് ചെന്നു. അവിടെ റെക്കി എന്നു പേരുള്ള കരുത്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. മൈക്ക് കൊണ്ടുവന്ന പണം എണ്ണി നോക്കാൻ വേണ്ടി ജൂലിയറ്റ് അയച്ചതായിരുന്നു റിക്കിയെ. പണം കൃത്യമാണ് എന്ന വിവരം ജൂലിയറ്റിന് റിക്കിയിൽ നിന്ന് കിട്ടിയതും ഇപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഫോണുണ്ടല്ലോ അതിൽ തന്നെയാണ് നിങ്ങൾക്ക് ഓപ്ഷനിൽ പങ്കെടുക്കാനുള്ള കീയുമുള്ളത് എന്ന് ജൂലിയറ്റ് പറഞ്ഞു. അതോടെ മൈക്ക് ഏറെ സന്തോഷത്തിലായി കഴിഞ്ഞിരുന്നു.
തന്റെ മിഷൻ ഇത്ര വേഗം പൂർത്തിയാകും എന്നവൻ പ്രതീക്ഷിച്ചതല്ല. പക്ഷേ പുറത്തേക്കിറങ്ങിച്ചെന്ന മൈക്കിന് എതിരിടേണ്ടി വന്നത് ശത്രുക്കളും റോക്സാനും ടീമും തമ്മിലും നടക്കുന്ന ഒരു ഷൂട്ടൌട്ടായിരുന്നു. ശത്രുക്കൾ ആക്രമണത്തിൽ ഏർപ്പെട്ടിരിക്കെ തന്റെ കയ്യിലുള്ള ഡിവൈസുമായി രക്ഷപ്പെടാൻ മൈക്ക് ശ്രമം ആരംഭിച്ചു. പക്ഷേ എന്നിരുന്നാലും അത് സാധ്യമായില്ല. ശത്രുക്കൾ മൈക്കിനെ പിടികൂടി തള്ളിയിട്ടു. അവർ മൈക്കിനെ കൊലപ്പെടുത്താൻ തയ്യാറെടുക്കുന്ന സമയത്ത് കൃത്യമായി ഫ്രാങ്കും അദീനയും വന്ന് മൈക്കിനെ രക്ഷപ്പെടുത്തി. പക്ഷേ തൊട്ടു പിന്നാലെ ലൂസി എന്ന് പേരുള്ള ഒരു ഫീമെയിൽ അസാസിൻ മൈക്കിനെ ആക്രമിക്കാൻ വന്നു. മൈക്കിൽ നിന്ന് കീ ഡിവൈസ് സ്വന്തമാക്കുക എന്നതായിരുന്നു ലൂസിയുടെ ലക്ഷ്യം. ഒരു ഘട്ടത്തിൽ ലൂസിയുടെ മുമ്പിൽ മൈക്ക് കീഴ്പ്പെടും എന്ന ഘട്ടം വരെ എത്തിയിരുന്നു. ഭാഗ്യവശാൽ കൃത്യസമയത്ത് റോക്സാൻ അങ്ങോട്ടേക്കെത്തി ലൂസിയുമായി ഫൈറ്റ് ആരംഭിച്ചു. ശക്തമായ പോരാട്ടമായിരുന്നു നടന്നത്. എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ ലൂസിയെ പരാജയപ്പെടുത്താൻ റോക്സാന് കഴിഞ്ഞു. ഫൈറ്റിൽ വിജയിച്ച ശേഷം റോക്സാനും ടീമും തങ്ങളുടെ ബേസിലേക്ക് എത്തി. അവിടെ വെച്ച് എല്ലാവരും കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതിനോടകം ഒന്ന് സംഭവിച്ചു പോയിരുന്നു. ലൂസിയുമായുള്ള ഫൈറ്റിനിടയിൽ ലേലത്തിന് പ്രവേശിക്കാനുള്ള കീ മൈക്കിന്റെ കയ്യിൽ നിന്ന് വെള്ളം നിറഞ്ഞ സിങ്കിലേക്ക് വീണിരുന്നു. അതോടെ ആ കീ കംപ്ലൈന്റ് ആയി. നിലവിൽ അവർക്ക് ലേലത്തിൽ പ്രവേശിക്കാൻ മറ്റു വഴികളൊന്നുമില്ല. പെട്ടെന്ന് റോക്സാൻ ഒരു ഐഡിയയുമായി മുമ്പോട്ട് വന്നു. എന്തായാലും ലേലത്തിൽ പങ്കെടുക്കാൻ മറ്റു ചില ഗ്രൂപ്പുകളും ഇവിടെ എത്തിയിട്ടുണ്ടാകും. അവരിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ കണ്ടെത്തി അവരുടെ കീ മോഷ്ടിച്ചാൽ മതിയാകുമല്ലോ. അടുത്ത ദിവസത്തോടെ ഫോർമാൻ അവിടെ ലേലത്തിനെത്തിയ മറ്റൊരു ഗ്രൂപ്പിനെ കണ്ടെത്തി അവർ ഒളിച്ചിരിക്കുന്ന ഇടവും മനസ്സിലാക്കി. വിവരം ബ്രണ്ണന്റെ അടുത്തെത്തിയിരുന്നു. ബ്രണ്ണൻ അതോടെ തന്റെ ടീമിനെ വിട്ട് കീ മോഷ്ടിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. ഒരു കൊറിയൻ ടീമായിരുന്നു അവരുടെ ലക്ഷ്യസ്ഥാനത്തുണ്ടായിരുന്നത്. രാത്രിയോടെ യൂണിയൻ മെമ്പേഴ്സ് അവരുടെ അടുത്തേക്ക് കടന്നു കയറി. കൃത്യമായി അവർക്ക് ആവശ്യമുള്ള ഡിവൈസ് കീ അവർ കൈക്കലാക്കി. ഒക്കെ കഴിഞ്ഞ് തിരികെ തങ്ങളുടെ വാനിലേക്ക് എത്തി അവർ കണ്ടത് വാനിനകത്ത് അദീന കൊല്ലപ്പെട്ട് കിടക്കുന്നതായിരുന്നു. കൊല്ലപ്പെട്ട് കിടന്ന അദീനയുടെ സമീപത്തായി BT ടവറിന്റെ ഫോട്ടോ പതിപ്പിച്ച ഒരു കാർഡും ഉണ്ടായിരുന്നു. അത് കണ്ടതും റോക്സാൻ ഒരു കാര്യം മനസ്സിലാക്കി. അവർ അവിടെ വന്നിരിക്കുന്ന കാര്യവും മറ്റും ശത്രുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് BT ടവർ ആക്രമിക്കപ്പെട്ടേക്കാം. ബ്രണ്ണനെ വിളിച്ച് ടവറിൽ നിന്ന് രക്ഷപ്പെടാൻ റോക്സാൻ പറഞ്ഞു. പക്ഷേ റോക്സാൻ ഫോൺ ചെയ്ത് കട്ട് ചെയ്ത സെക്കൻഡുകൾക്ക് പിന്നാലെ ദൂരെയുള്ള BT ടവറിൽ സ്ഫോടനം സംഭവിച്ചിരുന്നു. ദൂരെ നിന്ന് റോക്സാനും മൈക്കും ഞെട്ടലോടെ അത് നോക്കിക്കണ്ടു. അധികം വൈകാതെ ഫ്രാങ്കിന് ബ്രണ്ണനിൽ നിന്നും ഒരു മെസ്സേജ് കിട്ടി. സ്ഫോടനത്തെ ബ്രണ്ണൻ അതിജീവിച്ചിരുന്നു. പല വഴിക്കായി പിരിന് കൃത്യമായ സ്ഥലങ്ങളിൽ ഒളിച്ചു താമസിക്കാൻ ബ്രണ്ണൻ അവരോടൊക്കെ ആവശ്യപ്പെട്ടു. ശത്രുക്കൾ തങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്നും അവരുടെ ആക്രമണം നടക്കുകയാണെന്നും സൂക്ഷിക്കണം എന്നും ബ്രണ്ണൻ എടുത്തു പറഞ്ഞു. പിന്നാലെ റോക്സാൻ മൈക്കിനെ അടുത്തുള്ളൊരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി. അവിടം അവരുടെ സീക്രട്ട് ഹൈഡൌട്ട് ആയിരുന്നു. അടുത്ത ദിവസമാണ് ഓപ്ഷൻ നടക്കുന്നത്. മിഷനു വേണ്ടി റോക്സാനും മൈക്കും തയ്യാറെടുത്തു. ജൂലിയറ്റ് പറഞ്ഞ ലൊക്കേഷനിലേക്ക് അവർ എത്തിച്ചേർന്നു. അകത്തേക്ക് കടന്നിയ അവർ ജൂലിയറ്റിനെ നേരിൽ കണ്ടെതിരിടുകയാണ്. തോക്ക് ചൂണ്ടി ജൂലിയറ്റിനെ ബന്ദിയാക്കി നിർത്തി ലേലം നടക്കാത്ത അവസ്ഥയിലേക്ക് അവർ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. പിന്നാലെ ജൂലിയറ്റിനോട് എവിടെയാണ് ഇന്റലുള്ളത്, ബ്രീഫ് കേസ് ഉള്ളത് എന്ന കാര്യം റോക്സാൻ തിരക്കി. ബന്ദിയായിരുന്ന ജൂലിയറ്റ് ഒരു കൂസലുമില്ലാതെ തന്റെ അപ്പാർട്ട്മെന്റിലാണ് ഉള്ളത് എന്ന് പറഞ്ഞ് അവരെ അപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പാർട്ട്മെന്റിൽ എത്തിയതും ജൂലിയറ്റ് തന്റെ കയ്യിലുള്ള ഇന്റൽ റോക്സാന് കൈമാറി. അത് ഒറിജിനൽ തന്നെയാണോ എന്ന കാര്യം ചെക്ക് ചെയ്ത് റോക്സാൻ ഉറപ്പുവരുത്തി. ആ സമയമാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് നിക്ക് കടന്നു വരുന്നത്. നിക്കിനെ അവിടെ നേരിട്ട് കണ്ട് അക്ഷരാർത്ഥത്തിൽ റോക്സാൻ ഞെട്ടുന്നുണ്ടായിരുന്നു. കാരണം ആദ്യത്തെ അറ്റാക്കിൽ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് വീണ നിക്കിനെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. നിക്ക് കൊല്ലപ്പെട്ടു എന്നായിരുന്നു അവർ കരുതിയിരുന്നത്. അകത്തേക്ക് കടന്നു വന്ന നിക്ക് അവളുമായി സംസാരിച്ചു. യൂണിയന്റെ അകത്ത് ഒരു ചതിയനുണ്ടെന്ന് തോന്നുന്നു. ഒരു ചാരൻ. ബ്രണ്ണനാണോ അത് എന്ന് തനിക്ക് സംശയമുണ്ട്. ഞാൻ നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ടായിരുന്നു. അങ്ങനാണ് ഇവിടെ എത്തിപ്പെട്ടതും. പിന്നാലെ നിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു. CIA ഫോസ്റ്ററിന് വേണം അവളാ ഇന്റൽ കൈമാറുവാൻ. ബ്രണ്ണനെ തനിക്ക് വിശ്വാസമില്ല. റോക്സാൻ അപ്പോഴും അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നിക്ക് പറഞ്ഞു, നിനക്കറിയാലോ ആ മിഷന് വേണ്ടി ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടതാണെന്ന്. ഒന്നുമില്ലെങ്കിലും നീ എന്റെ ഭാര്യയല്ലേ, എന്നെ വിശ്വസിക്ക്. നിക്കിന്റെ ആ വാക്കുകൾ റോക്സാന്റെ ഉള്ളിൽ തട്ടിയിരുന്നു. നിക്കിനോട് അപ്പോഴും സ്നേഹമുണ്ടായിരുന്ന റോക്സാൻ നിക്കിനെ വിശ്വസിച്ചു. ഇന്റൽ CIAക്ക് കൈമാറാൻ റോക്സാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഇതൊക്കെ കണ്ട് മൈക്ക് വല്ലാതെ ഫ്രസ്ട്രേറ്റഡ് ആയി. അത്രയും നാൾ റോക്സാന്റെ വിവാഹകാര്യം തന്നിൽ നിന്ന് മറച്ചുവെച്ചു എന്നതായിരുന്നു മൈക്കിനെ ചൊടിപ്പിച്ചത്. ദുഃഖത്തിൽ അവൻ ബാറിൽ മദ്യപിക്കാൻ പോയി. അടുത്ത ദിവസം ഒരു മീറ്റിംഗ് സ്പോട്ടിലേക്ക് എത്തണം
വരണം എന്ന് മൈക്കിനോട് റോക്സാൻ പറഞ്ഞിരുന്നു. എല്ലാം അറിഞ്ഞ മൈക്ക് വരില്ല എന്നായിരുന്നു റോക്സാൻ കരുതിയതെങ്കിലും കൃത്യസമയത്ത് മൈക്ക് അവിടെ എത്തിച്ചേർന്നിരുന്നു. മൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത മിഷൻ പൂർത്തിയാക്കാതെ പോവില്ല എന്നവൻ തീരുമാനിച്ചിരുന്നു. റോക്സാൻ പിന്നാലെ നിക്കിനെ വിളിച്ചു. പക്ഷേ ആ നിമിഷമാണ് അവർ തിരിച്ചറിയുന്നത് കൂട്ടത്തിലെ ചതിയൻ നിക്കായിരുന്നുവെന്ന്. റോക്സാനും ബ്രന്നനുമാണ് ഇന്റൽ കൈവശപ്പെടുത്തി രാജ്യത്തെ ചതിച്ചിരിക്കുന്നത് എന്ന തരത്തിലേക്ക് നിക്ക് വരുത്തി തീർത്തിരുന്നു. യാഥാർത്ഥ്യത്തിൽ അന്ന് പാലത്തിൽ നിന്ന് വീണതൊക്കെ നിക്കിന്റെ പദ്ധതിയായിരുന്നു. ജൂലിയറ്റും നിക്കും ഒന്നിച്ച് ഇന്റൽ കൈവശപ്പെടുത്തി വലിയ തുകയ്ക്ക് വിൽക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. അപ്രതീക്ഷിതമായി ജൂലിയറ്റിനെ പിടികൂടി റോക്സാൻ അങ്ങോട്ടേക്ക് എത്തിയതുകൊണ്ടാണ് നിക്കിന് റോക്സാനോട് അത്തരത്തിൽ സംസാരിച്ച് റോക്സാനെ മയക്കേണ്ടി വന്നത്. തൊട്ട് പുറകെ ഫോസ്റ്ററും CIA സംഘവും റോക്സാനെയും മൈക്കിനെയും അറസ്റ്റ് ചെയ്യാൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. നിക്കായിരുന്നു അതിനുള്ള സാഹചര്യവും വരുത്തി തീർത്തത്. പക്ഷേ അവർ നിന്നിരുന്ന ബ്രിഡ്ജിൽ നിന്ന് താഴേക്ക് എടുത്തുചാടി. CIA-യിൽ നിന്ന് രക്ഷപ്പെടാൻ റോക്സാനും മൈക്കിനും സാധിച്ചു. ഭാഗ്യവശാൽ നിക്കിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒരു GPS ട്രാക്കിംഗ് ഡിവൈസ് റോക്സാൻ ഡിവൈസിൽ സ്ഥാപിച്ചിരുന്നു. ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ നിക്കിപ്പോൾ ഉള്ളത് ഇസ്ട്രിയിലാണ് എന്ന് റോക്സാൻ മനസ്സിലാക്കി. അവർക്ക് ഇസ്ട്രിയിലേക്ക് പോകണം. പക്ഷേ നിലവിൽ CIA-യുടെയും മറ്റും ലുക്കൌട്ട് നോട്ടീസ് അവർക്കെതിരെ ഉണ്ടാകും. കാര്യം മനസ്സിലാക്കിയ മൈക്ക് എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന തന്റെ സുഹൃത്ത് ബോബിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ബോബി എയർപോർട്ടിലെ കാർഗോ സെഷനിലായിരുന്നു ജോലി നോക്കിയിരുന്നത്. റോക്സാനെയും മൈക്കിനെയും ബോബി സഹായിച്ചു. വിമാനത്തിൽ കാർഗോ പാക്കിങ്ങിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ അവർക്ക് അവസരം ലഭിച്ചു. അധികം വൈകാതെ നിക്കും ജൂലിയറ്റും ചേർന്ന് ജാവീദ് എന്ന പേരുള്ള അവരുടെ ബയ്യറെ മീറ്റ് ചെയ്യുകയായിരുന്നു. ഇന്റൽ ചെക്ക് ചെയ്ത് ഒറിജിനലാണെന്ന് മനസ്സിലാക്കിയതും വിവരങ്ങൾ ലഭ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞതും ജാവേദ് സന്തോഷത്തിലായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഘട്ടത്തിന് തൊട്ടുമുമ്പ് റോക്സാൻ എത്തിച്ചേർന്നു. അവരെ തോക്കിൻ മുനയിൽ നിർത്തി. മൈക്കെത്തി ഇന്റലും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ ആരംഭിച്ചു. പിന്നെ അവിടെ നടന്നത് ഒരു ചേസിങ്ങും ഏറ്റുമുട്ടലുമായിരുന്നു. റോക്സാൻ നിക്കിനെ തോക്കിൻ മുനയിൽ നിർത്തി. നിക്കിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കിയ ജൂലിയറ്റ് നിക്കിനെ വിട്ട് തന്റെ ബോഡി ഗാർഡ്സിനൊപ്പം അവിടെ നിന്ന് തിരികെ പോന്നു. അതുപോലൊരു പ്രശ്നത്തിൽ ഉൾപ്പെട്ട് തന്റെ ക്രെഡിബിലിറ്റി കളയാൻ ജൂലിയറ്റ് ഉദ്ദേശിച്ചിരുന്നില്ല. റോക്സാൻ പിന്നാലെ നിക്കിനോട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ റോക്സാനെ അടിച്ചിട്ട് നിക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. മറുവശത്ത് ജാവേദിന്റെ ആളുകൾ ഇന്റൽ കൈവശപ്പെടുത്താൻ മൈക്കിനെ പിന്തുടരുന്നുണ്ടായിരുന്നുവല്ലോ. അവർ തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. മൈക്ക് പ്രതിസന്ധിയിലായി. പക്ഷേ എന്നിരുന്നാലും കൃത്യസമയത്ത് റോക്സാൻ എത്തിച്ചേർന്നു. മൈക്കിനെ രക്ഷപ്പെടുത്തി. ഒന്നിച്ച് മൈക്കും റോക്സാനും ചേർന്ന് ജാവേദിന്റെ ആളുകളെ ഇടിച്ചിട്ടു. ഇന്റൽ സുരക്ഷിതമാക്കി. പക്ഷേ നിക്ക് കൃത്യസമയം അങ്ങോട്ടേക്ക് എത്തി. റോക്സാനെ ബന്ദിയാക്കി തലയിൽ തോക്കുവെച്ച് ഇന്റൽ കൈമാറാൻ മൈക്കിനോട് ആവശ്യപ്പെട്ടു. റോക്സാനോട് അപ്പോഴും സ്നേഹമുണ്ടായിരുന്ന മൈക്ക് ആകട്ടെ അങ്ങനെ റോക്സാനെ വിട്ടുപോകാൻ തീരുമാനിച്ചിരുന്നില്ല. നിക്കിന്റെ ഭീഷണിക്ക് വഴങ്ങി ഇന്റൽ കൈമാറാൻ മൈക്ക് ശ്രമിച്ചു. പെട്ടെന്ന് റോക്സാൻ നിക്കിനെ ആക്രമിച്ചു. ജാവേദിന്റെ ആളുകളും എത്തുന്നുണ്ടായിരുന്നു. അതോടെ ഇന്റലും എടുത്ത് റോക്സാനും മൈക്കും അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷേ ജാവേദിന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെടാൻ മൈക്കിന് സാധിച്ചില്ല. അവർ മൈക്കിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഇന്റൽ മൈക്കിന്റെ കയ്യിൽ നിന്ന് വീഴുകയും ചെയ്തു. മൈക്ക് ചെന്ന് വീണതാകട്ടെ ഒരു കാറിന്റെ ഡിക്കിയിലുമായിരുന്നു. റോഡിൽ വീണ ഇന്റൽ കൈവശപ്പെടുത്താനായി ജാവേദ് ഇറങ്ങിച്ചെന്നു. പക്ഷേ അവരെ പിന്തുടർന്നു വന്നിരുന്ന നിക്കാകട്ടെ വണ്ടി കൃത്യമായി നിർത്തി ജാവേദിന് നേരെ തോക്ക് ചൂണ്ടി ഇന്റൽ അടങ്ങിയ ബ്രീഫ് കേസ് എടുത്തു. നിക്ക് പിന്നാലെ കാറുമായി മുമ്പോട്ട് കുതിക്കാൻ തുടങ്ങി. പിന്നാലെ വന്നിരുന്ന റോക്സാനും താഴെ ഇറങ്ങിയിരുന്ന ജാവേദ് അവിടെ കിടന്നിരുന്ന മറ്റൊരു കാറുമെടുത്ത് നിക്കിനെ പിന്തുടരാൻ ആരംഭിച്ചിരുന്നു. വലിയൊരു ചേസിംഗ് തന്നെ നടക്കുകയാണ്. ജാവേദ് എടുത്ത കാറിന്റെ അകത്തായിരുന്നു ഡിക്കിയിലായിരുന്നു മൈക്ക് ഉണ്ടായിരുന്നതും. ഒരു തരത്തിൽ ഡിക്കിയിൽ നിന്ന് പുറത്തേക്ക് വന്ന മൈക്ക് ആകട്ടെ ജാവേദിനെ ആക്രമിച്ചു. കാറിൽ നിന്ന് ജാവേദിനെ പുറത്തിട്ട് നിക്കിനെ പിന്തുടരാൻ ആരംഭിച്ചു. ചേസിംഗിൽ നിക്കിന്റെ ഒപ്പം എത്തിച്ചേരാൻ മൈക്കിന് സാധിച്ചിരുന്നു. പക്ഷേ നിക്കാകട്ടെ മൈക്കിന്റെ കാറിലേക്ക് തുടരെ ഇടിക്കുവാൻ ആരംഭിച്ചു. ഒടുവിൽ നിയന്ത്രണം വിട്ട് മലമുകളിൽ നിന്ന് മൈക്കിന്റെ കാർ ഇടിച്ചു മറിഞ്ഞു വീഴുകയാണ്. പിന്നാലെ വന്നിരുന്ന റോക്സാൻ അത് കണ്ട് പാനിക്കായി കാറ് നിർത്തി ഇറങ്ങി നോക്കി. മൈക്ക് മരണപ്പെട്ടെന്നോർത്ത് റോക്സാൻ ദുഃഖിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയം
താഴെ നിന്നും കയറി വരുന്ന മൈക്കിനെ കണ്ടു. അത്ഭുതകരമായി മൈക്ക് രക്ഷപ്പെട്ടിരുന്നു. തന്നെയോർത്ത് റോക്സാൻ അത്രയും വറീഡായത് കണ്ട് മൈക്കിന് യാഥാർത്ഥ്യത്തിൽ ഒരു സന്തോഷം തോന്നിയിരുന്നു. പിന്നാലെ റോക്സാന്റെ വണ്ടിയിൽ കയറി അവരിരുവരും ഒന്നിച്ച് നിക്ക് പോയ വഴിയിൽ നിക്കിനെ പിന്തുടരാൻ ആരംഭിച്ചു. ഒടുവിൽ ആ തുറമുഖ പ്രദേശത്തേക്ക് അവരെത്തിച്ചേരുകയാണ്. അവിടെ നിന്നൊരു ബോട്ടെടുത്ത് രക്ഷപ്പെടാനായിരുന്നു നിക്ക് പദ്ധതിയിട്ടിരുന്നത്. നിക്കിനെതിരെ തോക്ക് ചൂണ്ടിയിറങ്ങി വന്ന റോക്സാൻ നിക്കിനോട് സറണ്ടർ ചെയ്യാൻ ആവശ്യപ്പെട്ടു. പക്ഷേ നിക്ക് അതിനൊരുക്കമായിരുന്നില്ല. റോക്സാനെ തന്റെ കൂടെ ചേർന്ന് ഇന്റൽവെറ്റ് കോടികൾ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവൻ ക്ഷണിച്ചു. റോക്സാൻ അതിന് സമ്മതിച്ചില്ല. പിന്നാലെ ഇരുവരും പരസ്പരം ഷൂട്ട് ചെയ്തു. പക്ഷേ റോക്സാന്റേത് വളരെ ക്യുക്കായ കൃത്യമായ ഷോട്ടായിരുന്നു. വെടിയേറ്റ നിക്ക് നേരെ നദിയിലേക്ക് വീണു. നിക്ക് കൊല്ലപ്പെട്ടിരുന്നു. താഴെ വീണ ഇന്റൽ റോക്സാൻ കയ്യിലെടുത്തു. യൂണിയൻ മിഷനിൽ വിജയിക്കുകയായിരുന്നു. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം നാട്ടിൽ തന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വിവാഹത്തിൽ മൈക്ക് പങ്കെടുക്കുകയാണ്. അങ്ങോട്ടേക്ക് റോക്സാൻ വന്നു. പരസ്പരമുള്ള ഇഷ്ടം അവർക്കിടയിൽ വളർന്നിരുന്നു. അവരൊന്നിച്ച് പുറത്തൊരു ഡേറ്റിന് പോവാൻ തീരുമാനിച്ചു. പാർട്ടിയിൽ നിന്നും അവർ പുറത്തു കടക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ബ്രണ്ണൻ വരികയാണ്. അവർക്കായി പുതിയൊരു മിഷനുണ്ട് എന്ന് ബ്രണ്ണൻ അറിയിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.